എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. AJ ക്രൗണിനൊപ്പം ആ കപ്പലിലെ സെറാങ്കിനൊപ്പം അറേബ്യൻ സീയിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. പിന്നീട് എന്ത് സംഭവിച്ചു? On the following morning, as I held my consultations in the surgery adjoining my cabin, the serang appeared, bringing with him two of his Lascateka hands. Dr. Sahib, I fear these men are sick, he said to me. പിറ്റേ ദിവസം ഹസനും രണ്ട് സഹായികളും അദ്ദേഹത്തിൻ്റെ കൂടെ കപ്പലിൽ ജോലി ചെയ്യുന്ന 2 തൊഴിലാളികളും കൂടി എൻ്റെ ക്യാബിനിലേക്ക് വന്നു. അപ്പോൾ അവരെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും വളരെ അവശരായിരുന്നു. ഡോക്ടർ സാഹിബ്, ഐ ഫിയർ ദിസ് മെൻ ആർ സിക്ക്. ഇവർക്ക് എന്തോ വല്ലാത്ത അസുഖം പിടിപെട്ടു എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഹസൻ എന്നോട് പറഞ്ഞു. Then I checked him. Then I checked both the people. ഞാൻ അവർ 2 പേരെയും പരിശോധിച്ചു. Then I found that these men are being stung with സ്മോൾ പോക്സ്. അവരെ പരിശോധിപ്പിച്ചാണ് എനിക്ക് മനസ്സിലായത് ഇവർക്ക് 2 പേർക്കും സ്മോൾ പോക്സ് ആണെന്ന്. സ്മോൾ പോക്സ് എന്താണ്? വസൂരി എന്ന് പറയില്ലേ, അത്. അപ്പോൾ ഇത് ഞങ്ങളെ 2ലും ഭയങ്കരമായ രീതിയിലുള്ള ഭയമുണ്ടാക്കി. ബിക്കോസ് ദിസ് ഷിപ്പ് ഹാസ് a lot more passengers in it. The ship is crowded. ഈ കപ്പലിൽ ധാരാളം യാത്രക്കാരുണ്ട് അല്ലേ. ടൂറിസ്റ്റ് ഉണ്ട്, പിന്നെ അല്ലാതെയുള്ള പ്ലഷർ സീക്കിംഗ് ട്രാവലേഴ്സ് ഉണ്ട്, പലതരം ഫാമിലീസ് ഉണ്ട് ധാരാളം. സോ ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്പ്രെഡ്, പെട്ടെന്ന് അത് പടരും എന്ന ഭയം ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ടായി. ആൻഡ് ഐ മെയ്ഡ് എ വിസിറ്റ് ടു ക്യാപ്റ്റൻ ഹാമ്പിൾ. എനിക്ക് ഭയങ്കരമായ പേടിയുണ്ടായത് കാരണം ഈ വിവരം അറിയിക്കാനായിട്ട് ഞാൻ ക്യാപ്റ്റൻ ഹാമ്പിളിൻ്റെ അടുത്തേക്ക് ചെന്നു. Sir, I have to report smallpox on board. 2 of the deck hands. എന്നിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 2 സഹായികൾക്ക് ഇതുപോലെ സ്മോൾ പോക്സ് പിടിപെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിപ്പോൾ അതിന് മറുപടി ഒന്നാണ് അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ, listen, you are in charge of the health of the ship. It's entirely up to you. I can give you any of my officers. I'm overloaded and understaffed, but I'm going to give you the serang. Believe me, he's the finest man I have. You have got to keep this thing from spreading. And what's more, don't let a whisper of it get out or we will have a bloody panic. അദ്ദേഹം പറഞ്ഞത്, ലിസൺ, യു ആർ ഇൻ ചാർജ് ഓഫ് ദ ഹെൽത്ത് ഓഫ് ദ ഷിപ്പ്. ഈ കപ്പലിലെ ആരോഗ്യത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ചുമതലയും താങ്കൾക്കാണ്. ഈ വിവരം പുറത്തു പോകാതിരിക്കാൻ താങ്കൾ കഴിവതും ശ്രദ്ധിക്കണം. എനിക്ക് താങ്കളെ സഹായിക്കാനായിട്ട് എൻ്റെ കൂടെയുള്ള ജോലിക്കാരെ ആരെയും ഇപ്പോൾ തരാൻ നിർവാഹമില്ല. ബിക്കോസ് മൈ ഷിപ്പ് ഈസ് ഓവർലോഡഡ്. കാരണം അൺഡിസ്റ്റാഫ്ഡ്. എനിക്ക് ധാരാളം ആവശ്യത്തിനധികം സ്റ്റാഫ് പോലും ഇല്ല. ഇത്രയും പേരെ നിയന്ത്രിക്കുകയും ചെയ്യണം. പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ ഒരാളെ വിട്ടുതരാം. ഈ കപ്പലിൻ്റെ സെറാങ്ക്, ഈ കപ്പലിൻ്റെ അമരക്കാരനായ ഹസനെ ഞാൻ നിങ്ങളുടെ കൂടെ വിട്ടുതരാം. ആൻഡ് ഡോണ്ട് ലെറ്റ് ഇറ്റ് ഔട്ട്. ഈ വാർത്ത പുറത്തേക്ക് പോകുകയും ചെയ്യരുത്. ഇറ്റ് വിൽ ക്രിയേറ്റ് എ ബ്ലഡി പാനിക്. എല്ലാവരിലും അതൊരു ഭയങ്കരമായ വിഭ്രാന്തി ഉണ്ടാക്കും. ആൻഡ് ദി സെറാങ് ഹസൻ കെയിം ടു മൈ ഹെൽപ്പ്. അദ്ദേഹമാണ് എൻ്റെ സഹായത്തിന് വന്നത്. ഹസൻ എൻ്റെ സഹായത്തിന് വന്നു. ആൻഡ് we were in the middle of the Arabian Sea, 1,500 passengers aboard, no means whatever of vaccinating them, and smallpox, the most deadly contagion in the whole dictionary of disease. 1,500 passengers. അത്രയും പേരുണ്ട് ഈ കപ്പൽ. അതിലെല്ലാവർക്കും ഇത് പിടിച്ചു കഴിഞ്ഞാൽ അന്ന് മാരകമായ രോഗമാണ്. ഇതിന് ക്യൂറില്ല. ചികിത്സിച്ച് പെട്ടെന്ന് ഭേദമാക്കാൻ പറ്റില്ല. ചിലപ്പോൾ മരണം സംഭവിച്ചേക്കാം. ഇങ്ങനൊരവസ്ഥയിൽ എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ഞാനും ഹസനും നിന്നു. And I, back in the surgery, one of the Lascars was in the grip of a violent rigor. I turned from the shivering man to the serang, whose incalculable eyes remained fixed upon me. We have got to isolate this man.
അതിലൊരു രോഗിക്ക് വളരെയധികം അസുഖം മൂർച്ഛിച്ചു. അപ്പോൾ സറാങ്ക് പറഞ്ഞു, വി ഹാവ് ടു ഐസൊലേറ്റ് ഹിം. നമുക്ക് ഡോക്ടറെ ഇയാളെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യണം, ഐസൊലേഷനിൽ വെക്കണം. ഐസൊലേഷനെയൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? വേറെ പ്രത്യേകമായിട്ട് മാറ്റി ചികിത്സിക്കണം. ആൻഡ് വേർ വിൽ വി ഡു ദാറ്റ്? അതിനെവിടെയാണ് സ്ഥലം? There was no sick bay on board, not an inch of available cabin space. ഒരു ശകലം പോലും ക്യാബിൻ സ്പേസ് പോലും ഇല്ല. കപ്പലിൽ എവിടെയും ഇദ്ദേഹത്തെ കിടത്താൻ ചികിത്സിക്കാൻ ഒരു സ്ഥലമില്ല. We will make a shelter on the after deck, Dr. Sahib. Very cool there, with plenty of fresh air. After deck, ഈ ഡെക്കിന് താഴെ ആരും കാണില്ല. കപ്പലിൻ്റെ അടിത്തട്ടിലായിട്ടു നമ്മൾക്കൊരു ഡെക്ക് ഉണ്ട്. അവിടെ വേണമെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തെ കിടത്തി ചികിത്സിക്കാം. നല്ല ഫ്രഷ് എയർ കിട്ടും. In the stern of ship, protected from a view by a battery of derricks and donkey engines, he set to work. അങ്ങനെ ആരാലും കാണാത്ത ഈ കപ്പലിൻ്റെ ഈ ഡെക്കിൽ അദ്ദേഹം ഈ രോഗിയെ കൊണ്ട് എല്ലാ സംവിധാനങ്ങളും ഒരുക്കി ചികിത്സിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി. ആൻഡ് എ ലാർജ് ക്യാൻവാസ് ഷെൽട്ടർ, mattresses and sheets were then brought up and then 2 patients were comfortably installed. നമുക്ക് ഈ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൗ ദി സെറ്റപ്പ് വാസ് മെയ്ഡ്. എങ്ങനെയാണ് ക്യാൻവാസ് ഷീറ്റുകൾ കൊണ്ട് വലിച്ചു കെട്ടി ഷീറ്റും തലയണമെല്ലാം റെഡിയാക്കി 2 രോഗികളെ അദ്ദേഹം അവിടേക്ക് മാറ്റി. ആൻഡ് together, Hassan and I sponged the patients with permanganate solution, administered to each man a strong antipyretic, hung sheets soaked in disinfectant round the shelter, and set up within this little secret area a cooking stove where liquids could be heated and simple meals prepared. ഇനി എനിക്കും ഹസനും ഇവിടെ നിന്ന് എങ്ങോട്ടും മാറാൻ പറ്റില്ല, കാരണം ഞങ്ങൾ ഇവരെ ചികിത്സിച്ച് ഭേദമാക്കുക തന്നെ. അപ്പോൾ ഒരു ചെറിയ സ്റ്റൗവും ഈ ലിക്വിഡെല്ലാം മരുന്ന് ചൂടാക്കാനായിട്ട് ഒരു സ്റ്റൗവും എല്ലാമായിട്ട് ഞങ്ങൾ മാറി. ഈ രോഗികളെ പെർമാംഗനേറ്റ് സൊല്യൂഷൻ വെച്ച് ഞങ്ങൾ അവരുടെ ദേഹമെല്ലാം തുടച്ചു. അവരെ കൃത്യമായ രീതിയിൽ പരിചരണം നടത്താൻ തുടങ്ങി. നെക്സ്റ്റ് മോർണിംഗ് ന്യൂ കേസസ് ഫൗണ്ട് എമംഗ് ദി ഡെക്ക് ഹാൻഡ്സ്. പിറ്റേ ദിവസമായപ്പോഴത്തേക്ക് കൂടുതൽ തൊഴിലാളികളിലേക്ക് ഈ രോഗം വ്യാപിച്ചതായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് I was so weighed down by the responsibility that I had slight concern for myself. Although we were moving full steam ahead, Colombo, the nearest port of call, was still 8 days away. In the course of the next 48 hours, 4 more stalkers went to join the others on the after deck. പിന്നീടും 4 പേർക്ക് കൂടി ഈ അസുഖം പടർന്നു പിടിക്കുകയുണ്ടായി. എനിക്ക് എൻ്റെ ആരോഗ്യം പോലും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല. ഹസനും അങ്ങനെ തന്നെ. അദ്ദേഹം മുഴുവൻ സമയവും ഈ രോഗികളുടെ കൂടെ ചിലവഴിക്കുകയാണ്. അവരെ ശുശ്രൂഷിക്കുന്നു, അവർക്ക് ആഹാരം കൊടുക്കുന്നു, അവരുടെ ദേഹം പെർമാംഗനേറ്റ് സൊല്യൂഷൻ കൊണ്ട് തുടയ്ക്കുന്നു. ഞങ്ങൾ 2 പേരും ഇങ്ങനത്തെ ഒരു പരിതാപകരമായ അവസ്ഥയിൽ വി പുട്ട് 100% ഓഫ് അവർ സെൽഫ്സ്. ഞങ്ങളുടെ 100% എഫോർട്ട് ഞങ്ങൾ ഇതിനകത്തേക്ക് ഇട്ടു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ പോയി. How shall I describe the solace which flowed towards me from him as he stood there in meditation with his long arms folded in his bare chest, motionless as statue? When a sick man groaned faintly, he would step forward without sound to succor him, and then returning, he would fold his arms while the ship surged slowly forward. ഹസനെ പറ്റി എനിക്ക് പറയാനാണെങ്കിൽ ഹീസ് എ മാൻ ഓഫ് കാംനെസ്. വളരെ ശാന്തനായ ഒരു മനുഷ്യനാണ്. ഇത്രയും അധികം പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോഴും അതിനെല്ലാം തരണം ചെയ്യാൻ പറ്റുന്നൊരു ശാന്തത അദ്ദേഹത്തിൽ ഞാൻ കണ്ടു. ആ ധൈര്യത്തിലാണ് ഞാനും മുന്നോട്ട് നീങ്ങിയത്. ഹസൻ ഹാഡ് നോ ഫോൺനെസ് ഓഫ് സ്പീച്ച്. ഒത്തിരി ധാരാളം സംസാരിക്കാനൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു അദ്ദേഹം. ഹി വാസ് ഫ്രം പഞ്ചാബ്. പിന്നെ എങ്കിലും ഞങ്ങൾ തമ്മിലിരിക്കുമ്പോൾ അദ്ദേഹത്തെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം പഞ്ചാബിൽ നിന്നാണ്. There are like so many in the coastal area. He had given himself to the oceans of the world. For nearly 40 years, ഏകദേശം ജീവിതത്തിൻ്റെ 40 വർഷങ്ങൾ അദ്ദേഹം കടലിൽ, സമുദ്രങ്ങളിൽ, ഈ യാത്രകളിലാണ് ചിലവഴിച്ചത്, കപ്പലുകളിലാണ് ജോലി ചെയ്തത്. ആൻഡ് 15 years of this had been spent in റാണാഗഞ്ചി. 15 വർഷത്തോളം റാണാഗഞ്ചി എന്ന് പറഞ്ഞ ഈ കപ്പലിൽ ചിലവഴിച്ചു. Indeed, he had no place on shore. ഈ തീരപ്രദേശത്ത് അദ്ദേഹത്തിന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. No family, no home.
നോ വൺ അറ്റ് ഓൾ. ബന്ധുക്കളില്ല, വീടില്ല, ആരും തന്നെ ഇല്ല. ഹി ഹാഡ് നെവർ മാരീഡ്. അദ്ദേഹം വിവാഹിതനും അല്ല. ബൈ റിലീജിയൻ ഹി വാസ് എ മുസ്ലിം. അദ്ദേഹം ഒരു മുസ്ലിം മതസ്ഥനാണ്. ഓൾ ഹിസ് ലൈഫ് ഹാഡ് അക്വേർഡ് നത്തിങ്, നെയ്തർ പ്രോപ്പർട്ടി നോർ മണി. ഒന്നും സമ്പാദിച്ചിട്ടില്ല, സ്വത്തോ പണമോ ഒന്നും തന്നെ. ഹിസ് ഫ്യൂ പൊസിഷൻസ് കണ്ടെയ്ൻ ഹിസ് ഷിപ്പ് ചെസ്റ്റ് മൈറ്റ് ബി വർത്ത് എ ഫ്യൂ റുപ്പീസ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറച്ച് കുറച്ച് ഫ്യൂ റുപ്പീസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. And the thought hurt me, and in acts of mistaken sympathy I exclaimed, Hassan, you are doing so much in the emergency. The company must give you extra pay. ഇത്രയും ഒരു അടിയന്തര ഘട്ടത്തിൽ എത്രയ്ക്കും ഒരു സേവനമാണ് താങ്കൾ ഈ കമ്പനിക്ക് കൊടുക്കുന്നത്. കമ്പനി താങ്കൾക്ക് താങ്കൾ ഈ ചെയ്യുന്ന സേവനത്തിന് എന്തെങ്കിലും ഒരു എക്സ്ട്രാ പേ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. His forehead streaked perplexedly. He was silent for a long moment. Then he answered, What use is money, Dr. Sahib, to one who has all his needs? I am well enough the way I am. പണം കൊണ്ട് എന്ത് നേടാനാണ് ഡോക്ടർ സാഹിബ്? എനിക്ക് വേണ്ടതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളതിൽ വളരെ സന്തുഷ്ടനാണ്. ആൻഡ് ഹി വാസ് സിൻസിയർ. വളരെ ആത്മാർത്ഥതയുള്ള ഒരു ജോലിക്കാരനായിരുന്നു ഹസൻ. ആൻഡ് ഹീ ഹാസ് നോ ഹോപ്പ് ഫോർ റിവാർഡ്. പ്രതിഫലം ആഗ്രഹിക്കാതെയാണ് അദ്ദേഹം ജോലി ചെയ്തത്. മണി ഹാഡ് നോ ഇൻട്രസ്റ്റ് ഫോർ ഹിം. പണത്തിൽ അദ്ദേഹത്തിന് യാതൊരുവിധ താല്പര്യമില്ലായിരുന്നു. ആൻഡ് ഹീ വാസ് എ മാൻ ഓഫ് സെൽഫ് കൺട്രോൾ ആൻഡ് ഫെയ്ത്ത്. അധികമായിട്ടുള്ള വിശ്വാസവും സെൽഫ് കൺട്രോളും സ്വയം നിയന്ത്രിക്കാനുള്ള കഴിവുമുള്ളൊരു മനുഷ്യനായിരുന്നു ഹസൻ. എനിക്ക് ആ ഒരു കാര്യത്തിൽ അദ്ദേഹത്തോട് വളരെ അഭിമാനം തോന്നി. ആൻഡ് സ്റ്റാൻഡിങ് വിത്ത് ഹിം ഇൻ ദ ലിക്വിഡ് മൂൺലൈറ്റ് ഐ വാസ് സ്ട്രങ് ബൈ എ സ്ട്രേഞ്ച് പാങ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെ ഈ സന്ധ്യാസമയത്ത് ഈ കപ്പലിൻ്റെ ഡെക്കിൽ നിൽക്കുമ്പോൾ ഞാനും എൻ്റെ ഭാവിയെപ്പറ്റി ആലോചിച്ചു. As I viewed my own outlook towards the future, my passionate desire for success and wealth, I was conscious of a secret shame. പണത്തിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി പിന്നാലെ ഓടുന്ന എൻ്റെ സ്വഭാവം ആലോചിച്ചപ്പോൾ എനിക്ക് തന്നെ നാണക്കേട് തോന്നിപ്പോയി. എത്ര നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന ഈ ഹസനും പണത്തിന് വേണ്ടി ആഗ്രഹിച്ച് പണത്തിന് പിന്നാലെ ഓടുന്ന ഞാനും. And no fresh cases developed. പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. And a week later we anchored off Colombo. ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ കൊളംബോയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. കൊളംബോയിൽ ഞങ്ങൾ ആങ്കർ ചെയ്തു. കൊളംബോയിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. ആൻഡ് ഫ്രം ദയർ our passage through the Bay of Bengal was brief and uneventful. ബേ ഓഫ് ബംഗാളിലേക്ക് ഞങ്ങൾ കടന്നു, ഇന്ത്യയിലേക്ക് ഞങ്ങൾ വന്നു. ആൻഡ് before we anchored alongside the quiet Calcutta, suddenly at my elbow I heard the familiar shrilling of Miss Shopsmith. Oh, look, Ronnie, there's that absurd creature again. അവിടെ കൽക്കട്ട ഹോസ്പിറ്റലിൽ ബാക്കിയുള്ള ആളുകളെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു. എല്ലാവരും ഏറെക്കുറച്ച് ഭേദമായി. കൽക്കട്ടയിൽ എത്തിയപ്പോൾ ജോബ് സ്മിത്ത് എൻ്റെ അടുക്കൽ വന്നു. അവരെന്നോട് പറഞ്ഞു, താഴെ ഹസനെ നോക്കി അവർ വീണ്ടും കളിയാക്കാൻ തുടങ്ങി. എന്താ പറയുന്നത്, അബ്സേർഡ് ക്രീച്ചർ താഴെ, അയാളെ കണ്ടില്ലേ താഴെ, വീണ്ടും ആ മനുഷ്യൻ. Where did you keep him during the entire voyage, Dr. Dear, in a special cage? അപ്പോൾ ആ ആളെ നോക്കിയിട്ട് കളിയാക്കിയിട്ട് അവരെന്നോട് ചോദിച്ചു, ഇത്രയും നാൾ ഇയാൾ എവിടെയായിരുന്നു? ഇപ്പോൾ ഇയാളെ കാണാനുണ്ട്. ഡോക്ടർ അയാളെ എവിടെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു? Yes, in a way it was a cage, but it didn't require Miss Jobsmith. The animals were all outside. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അതെ, ഞാൻ അദ്ദേഹത്തെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഒരു കേജ് പോലെ തന്നെ, പക്ഷെ വ്യത്യാസമുണ്ട്. മൃഗങ്ങളെല്ലാം പുറത്തായിരുന്നു. മനുഷ്യനായിട്ട് ഈ കപ്പലിൽ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. So this was a story how we have to face the situations in life. We have to have some realizations in life. നമ്മുടെ ജീവിതത്തിൽ പല യാഥാർത്ഥ്യങ്ങളുണ്ടാവണം, തിരിച്ചറിവുകളുണ്ടാവണം. യാഥാർത്ഥ്യങ്ങളെ നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ലൈഫിൽ ചില മൊമെൻറ്റ്സ് അങ്ങനെയുണ്ടാവും. ചില ആളുകൾ നമ്മൾക്ക് വഴികാട്ടികളായിട്ട് വരും. ചില ആളുകളിൽ നമ്മൾ ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളും. So Hassan was that type of man. He can motivate others through his selfless acts. അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന, മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനായിരുന്നു ഹസൻ. തൻ്റെ ജീവൻ പോലും പണയം വെച്ച് ഇത്രയും അധികം ആളുകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട
വളരെ നല്ല മനസ്സിനുടമയായ ഹസൻ്റെ കഥയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. സോ you have to go through the glossary and you have to by heart the meanings. നിങ്ങൾ ഗ്ലോസറി വായിച്ചു നോക്കണം, മീനിങ്സ് ബൈ ഹേർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.